ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ വീണ്ടും വന്നേക്കാണ് ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് റെഡി ആയിട്ട്. അപ്പോൾ ഗൈസ്, നമ്മളെ പുതിയൊരു ബൈക്കൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഒരു കവാസിക്കയുടെ തോന്നുന്നു ഗൈസ്, എനിക്കത് അറിയില്ല. അത് പൾസറിൻ്റെ ആയിരിക്കും, ഞാൻ അധികം കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഗൈസ്, അതല്ല നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഷിൻചാൻ ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ് ഗേസ്. കാരണം ഷിൻചാൻ്റെ ഇരട്ട സഹോദരനായ പിൻചാൻ വരുന്നുണ്ട് ഗേസ്. അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് അകത്തേക്ക് കയറാം കേട്ടോ. അപ്പോൾ നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഗേസ്. കാരണം റെയിൽവേ സ്റ്റേഷനിലാണ് പിൻചാൻ്റെ ട്രെയിൻ വരുന്നത്. അപ്പോൾ ഗേസ്, നമുക്ക് എന്തായാലും പോവാം. വരിക സഹജരെ. അമ്മ, എനിക്കറിയാം എവിടെയാ റെയിൽവേ സ്റ്റേഷൻ എന്ന്. എനിക്കും അറിയാലോ. അല്ല, ഞാൻ ചുമ്മാ. അണ്ണാ, വേഗം കടയിലേക്ക് വിട്. കടയിലേക്ക്? കടയിലേക്ക് അതെന്തിനാ? അല്ല, നമുക്ക് കഴിക്കണം. എടാ, ട്രെയിൻ എത്ര മണിക്ക് വരെ? ഇപ്പം 4 മണി ആയില്ലേ? ചിലപ്പോൾ 4:30 എല്ലാ ട്രെയിനും വരിക. അത് നീ പറയാൻ ശരിയാണ് ഷിൻചാനെ. ചിലപ്പോൾ ആയിരിക്കും 4 മണിക്ക് വരിക. അപ്പോൾ കേസ്, നമുക്കൊരു കാര്യം ചെയ്യാം. അന്നേരം ആ സമയം കൊണ്ട് എല്ലാം തട്ടുകടയിൽ നിന്ന് ഇതിന് കഴിക്കാം കേസ്. അല്ലെങ്കിൽ വേണ്ട, പിൻചാനും കൂടെ മാറ്റി വെച്ചേക്കാം കേസ്. കാരണം പിൻചാന് ഇവൻ നമ്മുടെ ഒരാളാണ്, എൻ്റെ ആളല്ല, ഷിൻചാൻ്റെ. ഓക്കെ. അപ്പോൾ കേസ്, നമ്മൾ എന്തായാലും ഒരു പാനിപ്പൂരി റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം കേസ്, ഇവിടെ നിന്ന് പാഴ്സൽ എടുക്കാം. ബാഗിനകത്ത് ഉണ്ടല്ലോ കേസ്. എടാ ഷിൻചാനെ, ഡിക്കകത്തൊരു ബാഗ് ഇരിക്കുന്നതാ? അണ്ണാ, ഭാഗ്യം. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം കേസ്, അതെന്തായാലും മേടിക്കാം കേസ്. ഇപ്പോൾ എത്ര മണിയായി? ആർക്കറിയാം. നമുക്ക് അതൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഷിൻചാൻ, നീ എന്തിനാ വന്നത്? വെറുതെ. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ കേസ്, നമുക്കൊരു കാര്യം ചെയ്യാം കേസ്. ചേട്ടനോട് ചോദിക്കാം, ചേട്ടാ കുറച്ച് പാനിപ്പൂരി വേണം. പിന്നെ പാൻപൂരി, ബേൽപൂരി, മസാലപ്പൂരി ഒക്കെ എടുത്തോ. ശരി മോനെ. അല്ല മോനെ, ഇവിടുന്ന് തിന്നാനാണോ പരിപാടി? അയ്യോ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടുന്ന് തിന്നു കഴിഞ്ഞാൽ ഷിൻചാന് ബാക്കി ഉണ്ടാവില്ല ഗൈസ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, പാർസൽ എടുക്കാം. അല്ല ചേട്ടാ, പാർസല് ബാഗ് ഉണ്ടോ? ബാഗോ? ഇത് ചേട്ടൻ ചോദിക്കാമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ ബാഗൊക്കെ കരുതി വെച്ചിട്ടുണ്ട് ഗൈസ്. ഈ ഡിക്കിക്കകത്ത് നമുക്ക് ബാഗ് എടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെന്തായാലും ബാഗൊക്കെ എടുത്തിട്ടുണ്ട്. ഷിൻചാനോട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടൊന്നുമില്ലേ. നമുക്കതൊരു കാര്യം ചെയ്യാം, പാഴ്സലൊക്കെ മേടിക്കാം. ചേട്ടാ, പാഴ്സലൊക്കെ എടുത്തോ. ശരി മോനെ. ചേട്ടൻ്റെ വീട് എവിടെയാ? അതൊന്നും ഇനി അറിയേണ്ട ആവശ്യമില്ല. കിട്ടുന്ന സാധനമൊക്കെ എടുത്തോ, അല്ലെങ്കിൽ ഞാൻ പോലീസുകാർക്ക് കംപ്ലൈൻറ്റ് കൊടുക്കും. ഇയാൾ അവിടത്താണ് കേസ്. ചെറിയ കാര്യം ചോദിച്ചാൽ എവിടെ പോലീസുകാർക്ക് കംപ്ലൈൻറ്റ് കൊടുക്കും? ഇയാൾക്കിന്ന് വട്ടാണോ കേസ്? എന്തിനാട്ടെ ഇത്? നമുക്ക് തൽക്കാലം വണ്ടിക്കകത്ത് കയറാം. ഇനി ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം? ഓക്കെ ഗൈസ്, നമ്മളാണെങ്കിൽ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വിടാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിത് എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഗൈസ്, വേറെ എങ്ങോട്ടും അല്ല. അപ്പോൾ ഗൈസ്, നിങ്ങൾ വിചാരിക്കും നമ്മളെന്തിനാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്? കാരണം നമ്മുടെ ഷിൻചാൻ്റെ ട്രെയിൻ അവിടെ നിന്ന് വരുന്നത് ഗൈസ്. ഷിൻചാൻ എന്നല്ല, പിൻചാൻ. പിൻചാന്. എടാ, ഈ പിൻചാൻ്റെ അർത്ഥം എന്നിട്ട് അതൊന്നും ഞാൻ പറയണില്ല. എന്തെങ്കിലും ആവട്ടെ ഗേസ്. നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗേസ്, എനിക്ക് മുമ്പിൽ ഒരു ട്രെയിനൊക്കെ വരുന്നത് കാണാനുണ്ട് ഗേസ്. എനിക്കൊന്ന് അതാന്ന് തോന്നുന്നു നമ്മുടെ പിൻചാൻ്റെ ട്രെയിൻ ഗേസ്. എനിക്ക് ഈ പിൻചാനെ മയക്കി കിട്ടണം ഗേസ്. നമുക്കൊരു കാര്യം ചെയ്യാം, സ്കോപ്പ് എടുത്ത് നോക്കിയേക്കാം. ഇത് മറ്റേ റെഡ് ട്രെയിനാണ്. ഇതിനായിരിക്കും എനിക്കാവാൻ പറ്റുക, കാരണം അതിൽ 3 ബോഗിയുണ്ട്. 1, 2, 3. ഓക്കെ. അത് ചുവന്ന് നിങ്ങൾ നോക്കണ്ട, അത് ട്രെയിനിൻ്റെ എഞ്ചിനാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. പിൻചാനെ, നീ വന്നോ? അണ്ണാ, എനിക്ക് എന്തായാലും ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് തന്നെ ഒറ്റയ്ക്കോട്ടാണ് തോന്നുന്നത്. എന്തിനാട്ടെ. അപ്പോൾ ഗേസ്, നമ്മളാണെങ്കിൽ നൈസായിട്ട് ട്രെയിൻ സ്റ്റേഷനിലൊക്കെ നിർക്കുന്നുണ്ട് ഗേസ്. ട്രെയിൻ എന്തായാലും നമ്മൾ അടുത്തോട്ട് എത്താറായിട്ടുണ്ട് ഗേസ്. പിന്നെ ഗേസ്, ഷിൻചാനോട് എന്തോ കാണിക്കുന്നുണ്ട്. ഓക്കെ ഗേസ്, ട്രെയിൻ അങ്ങനെ ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഗേസ്, ആ ട്രെയിനിൻ്റെ വാലങ്ങ് തുറന്നേക്കാം. അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാണ് ഗേസ്? അല്ലാണ്ട് ഇവിടെ നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഓക്കെ. അപ്പോൾ ഗേസ്, നമുക്ക് നോക്കി നോക്കാം. ഇതാരിത്? ഞാൻ പിൻചാൻ. എടാ പിൻചാനെ, നിന്നോട് പോയിട്ട് നിന്നെ കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സമയമാണത്. അത് പിന്നെ അണ്ണാ, ഞങ്ങളൊക്കെ പണ്ടത്തെ ഒരു ന്യൂ ജനറേഷൻ ആൾക്കാരല്ലേ. പിന്നെ നീയൊക്കെ ചാടിക്ക് നിൽക്കണം. എന്തിനാട്ടെ, നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം കേസ്. നമ്മുടെ ഷിൻചാനും പിൻചാനെയും കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് പോകാം കേസ്. പക്ഷേ ഒരു കാര്യം കേസ്, പിൻചാനുള്ള വീട്ടിൽ കൊണ്ടുപോകുന്നതിന് മുമ്പില്ലേ നമുക്ക് ഈ സ്ഥലമൊക്കെ അവനെ കാണിച്ചു കൊടുക്കണം കേസ്. അല്ലെങ്കിൽ ഇവൻ അലഞ്ഞ് തിരിഞ്ഞ് നടക്കും. ഇപ്പോൾ കള്ളന്മാരുടെ ശല്യം വളരെ കൂടുതലാണ്. അപ്പോൾ ഇവനെ എന്തായാലും സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കണത്. അപ്പോൾ കേസ്, അപ്പോൾ നമുക്ക് നേരെ പോവാം. അപ്പോൾ പിൻചാനെ, ഇതാണ് നമ്മളെ ഫസ്റ്റ് ജേർണി. ഈ ജേർണിയിലെ വീടുകളല്ലേ ഇവണ് ഞാനൊന്നും. ജേർണി എന്ന് വെച്ചാൽ നമ്മുടെ യാത്ര.
ഇതാണ് വില്ലേജ്. ഇതോ? അല്ലാണ്ട് പിന്നെ ആ പിന്നെ നിങ്ങൾ പഠിക്കുന്ന സ്കൂൾ അതൊന്ന് കാണിച്ചു തരാം. ഏതാണ് സ്കൂള്? ദേ ഈ ലെഫ്റ്റിൽ കാണുന്ന വലിയ ബിൽഡിങ്. ഏത്? ഈ എടാ എൻ്റെ അപ്പുറത്ത്. ഇതാണോ സ്കൂള്? പിന്നെ എന്നിട്ടാ ബലൂണാന്ന് വിചാരിച്ചിരിക്കുക. എന്താണ് പറയണേ? പിന്നെ ഞാൻ എന്നോട് എന്ത് പറയണടാ? എന്തിനാട്ടെ? അപ്പോൾ അടുത്ത് ഞാൻ കാണിക്കാൻ പോണത് എൻ്റെ കൂട്ടുകാരൻ്റെ വീടാണ്. കൂട്ടുകാരൻ്റെ വീടോ? അതാര്? ആ മഞ്ഞ കളർ വീട്. ഏത്? ഇവിടെ മഞ്ഞ കളർ വീടൊന്നും കാണുന്നില്ല. അയ്യോ, എന്നിട്ട് കാണിച്ചത്. സോറി ഗൈസ്, സോറി. അപ്പോൾ അതാണ് മഞ്ഞ വീട്, എൻ്റെ കൂട്ടുകാരുടെ വീട്. അപ്പോൾ അവൻ വലിയൊരു ബില്ലിനിയറൊക്കെ ഉണ്ടോ, നിങ്ങൾ മൈൻഡ് ആക്കണ്ട. അടുത്ത് ഞാൻ കാണിക്കാൻ പോണത് എൻ്റെ വീടാണ്. പിന്നെ ലെഫ്റ്റിൽ കാണുന്നത് അത് ഹോസ്പിറ്റലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി തരുന്നതായിരിക്കും. അമ്മ ഇതിന് പണ്ട് എന്നോട് പറഞ്ഞുള്ളതല്ലേ? എനിക്കെന്താ റിപ്പീറ്റ് ആക്കി കഴിഞ്ഞാൽ? ഒന്നുമില്ല ചുമ്മാ. അല്ല പിന്നെ അവൻ ഷോർട്ട് ചെയ്ത് നിൽക്കണം ഗേസ്. എന്തിലോട്ടെ നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം ഗേസ്, നമ്മുടെ വീട്ടിലേക്ക് പോകാം ഗേസ്. അണ്ണൻ്റെ വീട് അതാ, ദേ കാണുന്ന വീട്. ഇതായിരുന്നു വീട്. ഞാൻ വിചാരിച്ച വല്ലതായിരിക്കുന്നു. ഇവന് ഞാനൊന്ന് ഗേസ് കുറേ നേരമായാലും അവൻ. അതിലോട്ടെ നമുക്കപ്പോൾ കാര്യം ചെയ്യും. അതാരുടെ ബൈക്കാ? എൻ്റെ ബൈക്കാളെ. കണ്ട പറയില്ല. അല്ല കണ്ട പറയുന്നു. എന്തിലോട്ടെ നമുക്കപ്പോൾ നൈസായിട്ട് കയറാം. പിന്നെ എൻ്റെ വീടാണ് ഈ കാണുന്നത്. നിങ്ങൾ ഇറങ്ങി വാ. അല്ലെന്നാ ഇതെന്താ സാധനം? ഇതെൻ്റെ പ്രോപ്പാണ്. പ്രോപ്പോ? അത് സൂപ്പർ ഹീറോ അല്ലേ? എന്ത് പ്രോപ്പ് സിനിമയിലത്തെ സ്പൈഡർമാൻ? ഇവനെ ഉണ്ടല്ലോ ഗേസ്. ഈ പിഞ്ചന് ഇത്തിരി കൂടുണ്ട് ഗേസ്. പിഞ്ചനെക്കാളും നല്ലത് ഇവനാ വെറുപ്പിക്കൽ. ഇതിലോട്ടെ അപ്പോൾ ഗേസ് അടുത്തത് എൻ്റെ വീടിനകത്തുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് സാധനം. ഇവിടെ നമുക്ക് കഴിച്ചൊക്കെ സംസാരിക്കാൻ പറ്റും. അതെന്താണ് കഴിക്കാതെ സംസാരിക്കാൻ പറ്റൂലേ? ഇവനെ ഞാനൊന്ന് ഗേസ് വെറുപ്പിക്കാൻ നിൽക്കുകയാണെന്ന് രണ്ടെണ്ണം കൂടി. ഞാൻ എന്ത് ചെയ്ത്? ഞാൻ ചെയ്തില്ലല്ലേ? സത്യമാണോ? അപ്പോൾ ഇതാണ് എൻ്റെ PC. അണ്ണാ 360 ഡിഗ്രി ആയിട്ടുള്ള PC ആണല്ലോ. അല്ലാണ്ട് പിന്നെ ഞാൻ വിചാരിച്ചത് എൻ്റെ PC എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുക്കും മേലുള്ള സാധനം. പക്ഷെ എൻ്റെ ഫീസ് അടിച്ചിട്ടില്ല. ആ ഒരു ഡയല് അതിനെ അടച്ചിട്ടില്ല. നല്ല PC. അണ്ണനെ മോളിൽ ചെന്നിട്ട് എനിക്കൊന്ന് അറിയണമല്ലോ. നീ ഒന്ന് നോക്കി നോക്ക്. എന്തെങ്കിലും ആവട്ടെ, ഞാൻ നോക്കി നോക്കട്ടെ. ഇത് എന്താണ്? അണ്ണ ഇതെന്തോന്നത് കാണുന്നത്? അയ്യോ പിടിച്ചാലേ, ഇത് വലിയൊരു അണ്ണൻ്റെ ഐറ്റംസ്, അതായത് മറ്റേ പ്രോപ്സ്. അതന്നെ എനിക്കെങ്ങനെ മനസ്സിലാടാ ഷിൻചാനത്? ഞാൻ എത്ര ആളായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല എനിക്കിത് മനസ്സിലാവും, നീക്കായി മനസ്സിലാവും. ഇതിലാട്ടെ അപ്പോൾ കേസ് നമുക്ക് എന്തായാലും നമ്മുടെ അല്ലെന്നാ അണ്ണൻ നേരത്തെ പറഞ്ഞിട്ടല്ലേ ആ ഡൈനിങ് ടേബിളിൻ്റെ ഇടയിൽ കഴിക്കാൻ സാധിക്കാൻ പറ്റും. പറഞ്ഞു അയ്യോ എൻ്റെ അമ്മേ, ഞാൻ വീണേ. അയ്യോ അണ്ണ പറ്റി ചത്താ? ഇല്ലടാ ചത്തിട്ടില്ലടാ. അല്ല ഒന്നുമില്ല അണ്ണ നമുക്കില്ലേ കഴിക്കാനായിട്ട് ഒന്നുമില്ലേ? അത് നേരത്തെ പറഞ്ഞേ. കഴിയുടെ വിചാരം മാത്രമേ ഉള്ളതല്ലേ. കേട്ടെ അപ്പോൾ കേസ് നമുക്കെന്തായാലും ഇല്ലേ നമുക്ക് എടുക്കാം കേസ്. ഇവന്മാരുടെ സ്വഭാവം കണ്ട ഷിൻചാൻ്റെ? അവൻ വാല് തുറന്ന് വെച്ചേക്കാം. എൻ്റെ പാറ്റ വന്ന് കയറി ഞാൻ എന്ത് ചെയ്യും? എന്തിലോട്ടെ അപ്പോൾ കേസ് നമ്മളങ്ങനെ ഫുഡൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഷിൻചാനും മിഞ്ചാനും വിളിക്കാം കേസ്. അല്ല കേസ് ഈ ഷിൻചാനും മിഞ്ചാനും അവിടെ പോയി കേസ്. ഒരു മാഞ്ഞു പോയോ? കാണുന്നില്ലല്ലോ കേസ്. ഇതുപോലെ അവിടെ പോയി കേസ്. എൻ്റെ പ്രോപ്പിൻ്റെ പുറകെ കിടന്ന് ഒളിച്ചിരിക്കായിരുന്നു അല്ലേ ഒളിക്കന്മാരെ? അത് പിന്നെ അണ്ണ ഒരു രസത്തിന് ഞങ്ങൾ പ്രാങ്ക് ചെയ്തതല്ലേ. പ്രാങ്ക് എൻ്റെ ജീവനിപ്പോൾ പോയനെ. ഇതിലോട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് ബൈ അടുത്ത വീഡിയോ കാണാം. ഓക്കെ.